തന്റെ സേനാനായകന്മാരും പ്രിയ സഹോദരൻ കുംഭകർണനും ഒടുവിൽ തന്റെ പൊന്നുമകൻ ഇന്ദ്രജിത്തും വീണ വാർത്ത രാവണനെ തളർത്തിയില്ല, പകരം ക്രോധത്താൽ ജ്വലിപ്പിച്ചു. അടങ്ങാത്ത സങ്കടവും അതിലേറെ ദേഷ്യവുമായി ലങ്കാധിപതി നേരിട്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി. യുദ്ധക്കളത്തിൽ സാക്ഷാൽ മഹാകാലനെപ്പോലെ ആ മഹാശിവഭക്തനായ ദശമുഖൻ വാനരസേനയ്ക്കിടയിൽ സംഹാര താണ്ഡവമാടി. രാവണനെ തടയാൻ ആദ്യം വിഭീഷണൻ വന്നെങ്കിലും അദ്ദേഹത്തെ രാവണൻ തോൽപ്പിച്ചോടിപ്പിച്ചു. പിന്നെ വന്ന അംഗദനെയും നീലനെയും ബോധം കെടുത്തി. അവർക്ക് ആർക്കും തന്നെ രാവണന്റെ അസ്ത്രങ്ങളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. ജീവൻ രക്ഷിക്കാനായി വാനരസൈന്യം പിന്തിരിഞ്ഞോടി. ഈ സമയം ഹനുമാൻ രാവണനെ തടയാനായി മുന്നോട്ടു വന്നു. ഹനുമാനും രാവണനും തമ്മിൽ അതിശക്തമായ പോരാട്ടമാണ് നടന്നത്. ഹനുമാന്റെ പ്രഹരങ്ങൾ രാവണനെ ചൊടിപ്പിച്ചു. എന്നാൽ രാവണൻ ഒട്ടും തന്നെ പിന്നോട്ടു പോയില്ല. ആ സമയത്ത് പോലും രാവണൻ തന്റെ അസ്ത്രങ്ങൾ കൊണ്ട് വാനരസേനയെ തകർത്തുകൊണ്ടിരുന്നു. രാവണന്റെ ഈ പ്രകടനം കണ്ട് സാക്ഷാൽ രാമൻ തന്നെ രാവണനെ നേരിടാൻ മുന്നോട്ടു വന്നു. അങ്ങനെ കാലം കാത്തിരുന്ന ആ മഹായുദ്ധത്തിന് സമയമായി.